നമ്മുടെ 11:11 ഗേറ്റ് വേ പോർട്ടൽ ഓപ്പൺ ആവുന്ന ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻസ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന സ്പെൽസ്, പ്രയേഴ്സ് എല്ലാം ഒരുപാട് ശക്തിയോട് കൂടിയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പവർഫുൾ ഡേ ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത്, അപ്പം നിങ്ങൾ സ്പെൽസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് പോസിറ്റീവായിട്ട് മനസ്സിലാലോചിക്കുക. സ്പെൽസ് ചെയ്യുന്നില്ല, റിച്വൽസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള കുറച്ച് നേരം നിങ്ങൾ ഇരിക്കാൻ. കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ എടുക്കുക. ഇതിരുന്നു കൊണ്ട് ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നടുവിനൊക്കെ വേദനയുള്ളവരാണെങ്കിൽ ബാക്ക് റെസ്റ്റ് വെക്കുക. അതുപോലെ തന്നെ നടുവിനൊന്നും പെയിന് പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിവർന്ന് കിടന്നും നിങ്ങൾക്കിത് കേൾക്കാം. വേറൊന്നുമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട്, നിങ്ങളെ റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു, നിങ്ങളായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങളോട് അവർ സ്നേഹത്തോടെ സംസാരിക്കുന്നു, അവർ നിങ്ങളെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ഇത് സ്പെൽസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് സ്പെൽസ് ഉണ്ട്. മിസ് മീറ്ററബിളി സ്പെല്ലുണ്ട്, റിയൂണിയൻ സ്പെല്ലുണ്ട്, ഒബ്സെഷൻ സ്പെല്ലുണ്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്പെൽ, തേർഡ് പാർട്ടി ഡിസ്ട്രക്ഷൻ ഒക്കെയുള്ള ആൾക്കാർ, നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി നിങ്ങളെ സ്വാധീനിച്ചു, നിങ്ങളുടെ പേഴ്സണെ സ്വാധീനിച്ചു ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് തേർഡ് പാർട്ടി പോയിട്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയുന്നു, സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, അവർ അപ്പോളജൈസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങൾക്ക് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡേ ആണിന്ന്. പ്ലസ് നിങ്ങളെ ആ മാനിഫെസ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സപ്ലിമെന്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം വിശേഷങ്ങൾ പറയുന്നില്ല. കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായിട്ടിരിക്കുക. ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. ശ്വാസമൊക്കെ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതിയാവും. ഒരു 5 minutes ഒന്ന് ശ്വാസം എടുത്ത് വിട്ട് നിങ്ങളുടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. വെറുതെ ശ്വാസം എടുത്ത് വിടുകയല്ല. അത് ശ്വാസം മുട്ടലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്വാസം എടുക്കുക, ഒരു 5 seconds ഹോൾഡ് ചെയ്യുക, ശ്വാസം വിടുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ. പതിയെ ഒന്ന് ഹോൾഡ് ചെയ്യുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. കുറച്ചു നേരം വളരെ ശാന്തമായിട്ട് നിങ്ങളിരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സപ്ലിമെന്റ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടാവും. ഈ സപ്ലിമെന്റ് കേട്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ച് നല്ല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ അയച്ചു തന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് എല്ലാ ബ്ലോക്കേജസും മാറുന്നതായിട്ട് തന്നെ ഇമാജിൻ ചെയ്ത് ഈ ഒരു സപ്ലിമെന്റ് കേട്ടിരിക്കും.
എല്ലാവരും സബ്ലിമൽസ് കേട്ടു എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തു എന്നുമാണ് എൻ്റെ വിശ്വാസം. ഇനി എല്ലാവരും ചെയ്യേണ്ടത് സമാധാനമായിട്ട് ഉറങ്ങാം. ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് മെഡിറ്റേഷൻ സ്പെല്ല് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഓപ്പണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ന് ഈ ഒരു മെഡിറ്റേഷൻ തന്നെ ഇറ്റ്സ് ഇനഫ് കേട്ടോ. ഫർദർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്താൽ മതിയാവും. നിങ്ങൾ സമാധാനത്തോടെ പോസിറ്റീവായിട്ട് പ്രെയർ ചെയ്തിട്ട് ഉറങ്ങുക കേട്ടോ. ആരും ഉണർന്നിരിക്കണം എന്നൊന്നുമില്ല. താങ്ക് യു സോ മച്ച് കേട്ടിരുന്നതിനും മെഡിറ്റേഷൻ ചെയ്തതിനും. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്.